ജി സുധാകരൻ വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിച്ചു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അല്ല, നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിലും മറ്റേ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് മാത്രം വാർത്തകൾ കൊടുക്കുകയും അത് ജനങ്ങളെ കൊണ്ട് ഭക്ഷിക്കുകയും അങ്ങനെ അവരുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന നേതാവാണെന്ന് തോന്നുന്നു, ഒരു പയ്യൻ മാത്രമാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ടുള്ള ജി സുധാകരൻ ഇത്തരത്തിലുള്ള പോക്രത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. എനിക്കിപ്പോൾ ജി സുധാകരൻ നിന്ന് വെള്ളാപ്പള്ളിയുടെ ചില പൊന്നാട അണിയിച്ചതിന് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. 80-81 വയസ്സുള്ള ഒരാളെ കൊണ്ടായിട്ട് ഇനി ഒരു പൊന്നാട അണിയിക്കണമെന്ന് പുള്ളിക്ക് തോന്നിയാൽ അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാധ്യമങ്ങളുടെ ഉടായിപ്പാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. മാധ്യമങ്ങൾ എന്താ കാണിച്ചുകൊണ്ടിരുന്നത്? അതായത് പിണറായി വിജയൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ കാർ മാത്രമേ കടത്തിവിടൂ എന്നുള്ളത് കൊണ്ട് ഒരു 400 മീറ്ററോളം പോകാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശനൊന്ന് വണ്ടി കയറ്റി. വെള്ളാപ്പള്ളി നടേശനെ വണ്ടി കയറ്റിയതുകൊണ്ട് നാളെ പിണറായി വിജയൻ SNDP യോഗത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അതിന് അനുയായിയും മാറുകയും വെള്ളാപ്പള്ളി നടേശനെ നാവായി മാറുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണമാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് അതൊരു വലിയ തെറ്റാണ്. ഓക്കെ, ശരി, അദ്ദേഹം അതിനു മുമ്പ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ മലപ്പുറത്തെക്കുറിച്ചും മറ്റ് മുസ്ലിം ലീഗിനെ കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ തെറ്റായിരുന്നു. ആ തെറ്റായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയമായ നിലപാടായി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കിയതാണ്. അത് പിണറായി വിജയൻ കൂടിയിരുന്ന സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ്. അപ്പോൾ അത്തരം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാനും പ്രജിതയും തമ്മിൽ ഒരു ആശയപരമായ ഒരു വിയോജിപ്പ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും കാറിൽ കയറ്റാതിരിക്കും? അത് കയറ്റാതിരിക്കും. അതും 80-81 വയസ്സ് കഴിഞ്ഞ ഒരാൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ കയറ്റാൻ വേണ്ടി തിരിച്ചു. അപ്പോൾ മാധ്യമങ്ങളൊക്കെ എഴുതുന്ന അടുത്ത നരേറ്റീവ് എന്താ? ഒരു മന്ത്രിയെ പോലും പിണറായി വിജയൻ കാറിൽ കയറ്റാറില്ല, എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ ഏതാണ്ട് നിർബന്ധിച്ച് വിളിച്ച് കയറ്റി. ഇനി വലിച്ചു കയറ്റിയെന്ന് തന്നെ ആയിരിക്കും. ഒരു 400 മീറ്റർ ഇവർ തമ്മിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാവുകയും ഈ ആശയം മുഴുവൻ പിണറായി വിജയൻ തലയിലേക്ക് എടുക്കുകയും ചെയ്യും. ഇതൊക്കെ എത്ര അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട എയർ ടൈം, ഏത് സാറ്റലൈറ്റ് ചാനലുകൾ എയർ ടൈമിൽ ഈ ന്യൂസ് കൊടുക്കുകയാണ്. ആ ന്യൂസ് കൊടുക്കുന്ന ചാനലുകൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. UDFന്റെ ഭാഗമായി നിന്ന് മത്സരിച്ച UDFന്റെ വോട്ടുകൾ നേടി വൻ വിജയം കരസ്ഥമാക്കി അമ്പലപ്പുഴയിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുള്ള ജി സുധാകരൻ തന്നെ നേരെ ചെന്നിട്ട് ഇദ്ദേഹത്തെ പൊന്നാട അണിയിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വർഗീയതയൊക്കെ പോയാ? വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാറിൽ പോലും കയറ്റരുതെന്ന് പറഞ്ഞ ആളുകൾ കാറിൽ കയറ്റുന്നതോ പൊന്നാട അണിയിക്കുന്നതോ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്?